ഒരുപാട് മഹാരഥന്മാരുള്ള നമ്മുടെ കേരളത്തില് ഓരോരോ പാട്ടുകളും ആ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് തരിച്ചിരുന്നു പോവും. അതായത് ശ്രീകുമാരൻ തമ്പി സാറിന്റെ പാട്ടുകള്, അല്ലെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകള്, ജോൺസൺ മാഷിന്റെ പാട്ടുകള്, അങ്ങനെ 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 നീണ്ട നിരകൾ അങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് മഹാരഥന്മാരുടെ നമുക്ക് അവരുടെ പേര് പറയാൻ പോലും, പേര് ഉച്ചരിക്കാൻ പോലും നമുക്ക് യോഗ്യതയില്ല. അതാണ് സംഗീതം. ആ സംഗീതം എന്ന് പറഞ്ഞാൽ തന്നെ ആ പാട്ടുകൾ അവിടെ കിടന്നോട്ടെ, എന്താണ് പ്രശ്നം? അവരുടെ പേരുകൾ ഉച്ചരിക്കാനുള്ള യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളല്ല മനസ്സിലാക്കേണ്ടത്, അല്ലെ നിങ്ങളല്ല പറയേണ്ടത്. അത് നിങ്ങളുടെ ചിന്താഗതിയിൽ അവർ വലിയ ഉന്നത കുലജാതന്മാരെന്നുള്ള ചിന്താഗതി കാണും. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ സംസാരിക്കുന്നത്. അവരുടെ പേര് ഉച്ചരിക്കുന്നതിന് എന്താണ് യോഗ്യത കുറവ്? അല്ലെ എന്തുകൊണ്ട് അവരുടെ പേര് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല? അവരൊരു കലാകാരന്മാരാണ്, അല്ലേ? കലാകാരന്മാരുടെ മനസ്സിൽ ജാതിയില്ല, മതമില്ല, അങ്ങനെയുള്ള രാഷ്ട്രീയം ഒന്നുമില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ വേറൊരു അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു വരുന്നത് വേടന് യോഗ്യത ഇല്ല എന്നുള്ളൊരു കാര്യമാണ്.